അടിമകൾ. മഞ്ഞിലാസിൻ്റെ ബാനറിൽ എം.ഒ. ജോസഫ് നിർമ്മിച്ച ചിത്രമാണ് അടിമകൾ. 1965 ഏപ്രിൽ 5 ഈ ചിത്രം റിലീസ് ചെയ്തു. പമ്മൻ്റെ കഥയ്ക്ക് തിരക്കഥ രചിച്ചത് തോപ്പിൽ ഭാസിയായിരുന്നു. വയലാറിൻ്റെ ഗാനങ്ങൾ, ജി ദേവരാജൻ്റെ സംഗീതം, ഗായകർ പി ജയചന്ദ്രൻ, പി ലീല, പി സുശീല, എം രാജ. ചെത്തി മന്ദാരം തുളസി, നാരായണം ഭജേ, താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ, മാനസേശ്വരി, മാപ്പുതരൂ എന്നീ ഗാനങ്ങൾ ഹിറ്റായി. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: സത്യൻ അപ്പുക്കുട്ടൻ പിള്ള, നസീർ രാഘവൻ, അടൂർ ഭാസി ഗിരിധര യോഗി, ബഹദൂർ ഭാർഗവൻ, ശങ്കരാടി ശങ്കു അമ്മാവൻ, എൻ ഗോവിന്ദൻകുട്ടി പാച്ചുക്കുറുപ്പ്, പറവൂർ ഭരതൻ ഉണ്ണിത്താൻ, ഷീല സരസ്വതിയമ്മ, ശാരദ പൊന്നമ്മ, അടൂർ ഭവാനി കാർത്യായനി തള്ള, ജൂനിയർ പത്മിനി മീനാക്ഷി, കൊച്ചിൻ അമ്മിണി പാറുവമ്മ, ബേബി കുമുദം വിലാസിനി, ജെ.സി. ആനന്ദൻ. ഛായാഗ്രഹണം മെല്ലി ഇറാനി, സംവിധാനം കെ.എസ്. സേതുമാധവൻ. 1969 മികച്ച പ്രാദേശിക ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചു. സംവിധായകൻ കെ.എസ്. സേതുമാധവനും നിർമ്മാതാവ് എം.ഒ. ജോസഫിനും പുരസ്കാരങ്ങൾ ലഭിച്ചു. അടിമകൾ തമിഴിൽ നിഴൽ നിജമാകൃത് എന്ന പേരിലും തെലുങ്കിൽ ചില കമ്മ ചെപ്പണ്ടി എന്ന പേരിലും ഇറങ്ങി. യൗവനയുക്തയായ സരസ്വതി അമ്മ ഭക്തിമാർഗത്തിലാണ് ജീവിക്കുന്നത്. അവർ അവരുടെ ലോകമായി കരുതുന്നത് ശശിധര യോഗിയുടെ ആശ്രമവും തൻ്റെ പൂജാമുറിയും ഭജനയും കീർത്തനവുമാണ്. സരസ്വതി അമ്മയുടെ സഹോദരനാണ് അനന്തംപിള്ള. അയാൾ ഉദ്യോഗസ്ഥനാണ്. ഭക്തിയിലൊട്ട് വിശ്വാസവുമില്ല. പുറം പണികൾ വീട്ടിലെ ചെയ്യുന്നത് അടുത്ത വീട്ടിലെ രാഘവനാണ്. ബുദ്ധിമാന്യമുള്ള കേൾവിക്കുറവുള്ള അവനെ നാട്ടുകാർ വിളിക്കുന്നത് പൊട്ടൻ എന്നാണ്. ഇനി അടുക്കള ജോലിക്ക് ഒരാളെ വേണം. സരസ്വതിയമ്മ നിർബന്ധിച്ചപ്പോൾ ആശ്രിതനായ ശങ്കപ്പിള്ള അയാളുടെ അകന്ന ഒരു ബന്ധുവായ പൊന്നമ്മ എന്ന പെൺകുട്ടിയെ അവിടെ കൊണ്ടുവന്ന് നിർത്തി. പൊട്ടനും പൊന്നമ്മയും പരിചയത്തിലുമായി. ഒരു നാൾ അനന്തൻ പിള്ളയുടെ സുഹൃത്ത് അപ്പുക്കുട്ടൻ വീട്ടിൽ വന്നു. സൽസ്വഭാവിയാണ് അപ്പുക്കുട്ടൻ. സരസ്വതിയെ അപ്പുക്കുട്ടന് അനന്തൻപിള്ള പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പുക്കുട്ടൻ അടുത്ത വീട്ടിൽ താമസിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ആഹാരം അനന്തൻപിള്ളയുടെ വീട്ടിൽ നിന്നും നൽകാനും തുടങ്ങി. സരസ്വതി അമ്മയോട് അപ്പുക്കുട്ടന് പ്രണയം തോന്നി. എന്നാൽ സരസ്വതി അമ്മയ്ക്ക് ഭക്തിമാർഗം ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. പൊന്നമ്മയ്ക്ക് പൊട്ടനോട് സഹതാപമായിരുന്നു. അതുമൂലം വാത്സല്യവും ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്നേഹം പൊട്ടൻ മറ്റെന്തോ ആയി തെറ്റിദ്ധരിച്ചു. ഒരു നാൾ പൊട്ടൻ പൊന്നമ്മയെ കയറി പിടിച്ചെങ്കിലും പൊന്നമ്മ കുതറിമാറി. എന്നാൽ ശശിധര യോഗിയുടെ ആശ്രമത്തിൽ സരസ്വതിയമ്മ പോയ ഒരു സന്ധ്യയ്ക്ക് പൊന്നമ്മയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിരുന്ന അനന്തംപിള്ള അവളെ കീഴ്പ്പെടുത്തി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. പൊന്നമ്മ ഗർഭിണിയായി. ഗർഭലക്ഷണങ്ങൾ മനസ്സിലാക്കിയ പൊട്ടൻ്റെ അമ്മ അവളോട് വിവരങ്ങൾ തിരക്കുകയും സരസ്വതിയെ അറിയിക്കുകയും ചെയ്തു. അനന്തൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. എല്ലാം തള്ളിപ്പറഞ്ഞ അയാൾ നാടുവിട്ടു. പൊന്നമ്മ നിസ്സഹായയായി നിറമിഴികളുമായി നിന്നു. പിഴച്ചുപോയ പൊന്നമ്മയെ സരസ്വതിയമ്മയുടെ നിർദ്ദേശപ്രകാരം അവളുടെ വീട്ടിലേക്ക് ശങ്കു അമ്മാവൻ കൊണ്ടുപോയി. എന്നാൽ ശങ്കുപിള്ളയെ മാർഗമധ്യേ അപ്പുക്കുട്ടൻ തടഞ്ഞു നിർത്തി. അതിന് കാരണം പൊട്ടൻ്റെ അപേക്ഷയായിരുന്നു. അവളെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു ചെറിയ വീടെടുത്ത് താമസിപ്പിച്ചു. കൂട്ടിന് പൊട്ടനെയും. പൊട്ടന് ഒരു ജോലി വാങ്ങിക്കൊടുത്ത ശേഷം അപ്പുക്കുട്ടനും അവിടം വിട്ടു. പൊന്നമ്മയെ അവൻ സംരക്ഷിച്ചു. പൊന്നമ്മ പ്രസവിച്ചു. കുട്ടി തൻ്റേതാണെന്ന് പൊട്ടൻ എല്ലാവരും ഞെട്ടുന്ന വിധത്തിൽ പ്രഖ്യാപിച്ചു. ഇതിനിടെ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് പൊന്നമ്മയെ വന്ന് മാനഭംഗപ്പെടുത്താൻ തുനിഞ്ഞ റൗഡിയെ പൊട്ടൻ ധീരമായി നേരിട്ട് അടിച്ചോടിച്ചു. അതിൻ്റെ പേരിൽ ജയിലിലുമായി. പക്ഷേ അവനെ സരസ്വതിയമ്മ രക്ഷിച്ചു കൊണ്ടുവന്നു. അക്കാലത്താണ് ഗിരിധര യോഗി എന്ന കള്ളസ്വാമി പൊട്ടൻ്റെ ഇളയ അനുജത്തിയെയും കൊണ്ട് നാട് വിട്ടത്. ഈ സംഭവം അറിഞ്ഞ സരസ്വതിയമ്മ ആകെ തളർന്നുപോയി. നാടുവിട്ടുപോയ അനന്തംപിള്ളയെ കണ്ടെത്തി അപ്പുക്കുട്ടൻ പൊന്നമ്മയുടെ അടുത്ത് എത്തിച്ചു. സരസ്വതിയമ്മയും അനന്തനും പൊന്നമ്മയോട് മാപ്പപേക്ഷിച്ചു. താൻ പൊന്നമ്മയെ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് അനന്തൻ പറഞ്ഞു. എന്നാൽ പൊന്നമ്മ അനന്തനെ തിരസ്കരിച്ചു. തനിക്ക് ഭർത്താവായി ഇനി പൊട്ടനെ മാത്രം മതിയെന്നവൾ തീർത്തു പറഞ്ഞു. അപ്പുക്കുട്ടൻ തൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞ് തിരിച്ചു പോകാനായി റെയിൽവേ സ്റ്റേഷനിലെത്തി. യാത്രയയക്കുവാൻ രാഘവനും പൊന്നമ്മയും അവിടെ എത്തി. തൻ്റെ കാവ്യവസ്ത്രവും രുദ്രാക്ഷവുമെല്ലാം ഒഴിവാക്കിയാണ് സരസ്വതിയമ്മ എത്തിയത്.
സരസ്വതി അമ്മയും അപ്പുക്കുട്ടനും അവിടെ വച്ച് ഒന്നു ചേർന്നു ഒന്നായി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു.